എൻ്റെ പേര് രേഷ്മ. ഞാൻ ഓസ്ട്രേലിയയിലെ ഇപ്സ്വിച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ലൈറ്റ് ആ ക്യാൻഡിൽ പ്രയറും ഓൺലൈൻ ഉടമ്പടിയുടെ വഴി എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അതിനെ സാക്ഷ്യപ്പെടുത്താനും വേണ്ടിയാണ്. ഈ സാക്ഷ്യം ഞാനിവിടെ പറയുന്നത് എൻ്റെ ഇഷ്ടത്തോടെയല്ല, അമ്മ മാതാവാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം എൻ്റെ കാലിൻ്റെ സിറ്റുവേഷൻ. എനിക്ക് ഒരു കൊല്ലം മുമ്പ് ഒരു ആങ്കിൾ ഇഞ്ചുറി ഉണ്ടായതാണ്. അത് ഞാൻ കൊണ്ടു നടന്ന് കൂട്ടി കുറച്ച് സ്വെല്ലിംഗ് ഒക്കെ വന്നു. ഞാൻ അവിടെ GP-നെ കാണിച്ചു. GP എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര വേഴ്സായിരിക്കുകയാണ്. എനിക്ക് ലാസ്റ്റ് സെപ്റ്റംബറിൽ അൾട്രാസൗണ്ട് നടന്നതാണ്. അതിൽ grade 2 ടെൻഡൻ ടയർ ആൻഡ് ലിഗമെന്റ് ടിയർ ആയിരുന്നു എൻ്റെ രോഗം. അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഞാൻ ജനുവരിയിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വേഴ്സായിരിക്കുകയാണ്, grade 3 മാറിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്തായാലും സർജറി വേണ്ടി വരും, നിങ്ങൾ റെസ്റ്റ് എടുക്കണം, ഡ്യൂട്ടിക്ക് ഒന്നും പോകാൻ പറ്റില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു. അത് ഞങ്ങൾ തീരുമാനം എടുത്താണ് നാട്ടിലേക്ക് വരണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സാക്ഷ്യങ്ങളൊന്നും ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടില്ല. 2019 ഞാൻ അമ്മയെക്കുറിച്ച് അറിയുന്നത്. അന്ന് തൊട്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിനെ സാക്ഷ്യപ്പെടുത്താനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. ഞാൻ ഡോക്ടറെ കാണിച്ചിരുന്നു എൻ്റെ കാലിൻ്റെ കാര്യം. അതിൽ എനിക്ക് ലാസ്റ്റ് അൾട്രാസൗണ്ടിൽ grade 2 എന്നുള്ളത്. ഇപ്പോൾ MRI ചെയ്തു വീണ്ടും ഈ മാസം. അത് ചേഞ്ച് ടു ഹീലിംഗ് ലിഗമെന്റ് ടയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് grade 2 എന്ന് മാറി ഒരു ഹീലിംഗ് വൂണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. സർജറി വരുന്ന എൻ്റെ വൂണ്ട് ഇപ്പോൾ ഒരു POPയിൽ 40 ഡേയ്സിനുള്ളിൽ മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ വലിയൊരു അത്ഭുതമാണെന്നത് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ഈ കാലും വെച്ചുകൊണ്ട് അമ്മയുടെ സന്നിധിയിൽ ഇത് പറയണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കാലും വെച്ച് ഇങ്ങോട്ട് വന്നത്. 2019 മുതൽ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കുറേ അധികമാണ്. 2019 ഞാൻ ഒരു ജോലിയിലുണ്ടായിരുന്നു. ആ ജോലിയിൽ ഞാൻ 3 വർഷമായിട്ട് തുടരുമായിരുന്നു. ഒരു പ്രൊമോഷനും ഇല്ലാണ്ട് ഞാൻ 3 വർഷമായിട്ട് ഈ സെയിം ജോലിയിൽ തന്നെ തുടരുന്ന സമയത്താണ് എനിക്ക് ഒരു ഫേസ്ബുക്ക് ലിങ്കിലൂടെ അമ്മയെക്കുറിച്ച് അറിയാൻ സാധിച്ചത്. അമ്മയുടെ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കും ഞാൻ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയറിനെ കുറിച്ച് അതിലൂടെ കേട്ടു. ഞാനൊരു റിക്വസ്റ്റ് ഇട്ടു എൻ്റെ ജോലിനെ കുറിച്ച്. എനിക്ക് ഒരു മാസത്തിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി. അമ്മ ഒരു കൊറോണറി കെയർ യൂണിറ്റ്, ഞാനൊരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ഓസ്ട്രേലിയയിൽ. അതിൽ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാർഡിയാക് ഏരിയയിലെ കൊറോണറി കെയർ യൂണിറ്റിലെ ഇൻചാർജ് നേഴ്സായിട്ട് അമ്മ എന്നെ പ്രൊമോട്ട് ചെയ്തു. വിത്തിൻ 1 മന്താണ് അത് സംഭവിച്ചത്. അത് 2019 അമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ്. അത് ഞാനിപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് 2 വർഷം ഞാൻ ആ ജോലിയിലുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ പ്രാർത്ഥനകൾ ഇച്ചിരി കുറഞ്ഞു പോയിരുന്നു അമ്മയോടുള്ളത്. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഈ ജോലിയിൽ നിന്ന് എനിക്കൊന്ന് മാറണമെന്ന് തോന്നി. ഞാൻ വിചാരിച്ചു ഓസ്ട്രേലിയയിലെ കുറച്ച് സിറ്റി